Hello everyone. നമ്മൾ നോക്കാൻ പോകുന്നത് പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺസ് ആൻഡ് പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ് ആണ്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് പോളറൈസിംഗ് പവർ ആൻഡ് വാട്ട് ഈസ് പോളറൈസബിലിറ്റി, എന്താണ് പോളറൈസിംഗ് പവർ എന്നും എന്താണ് പോളറൈസബിലിറ്റി എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺസ് എന്താണെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ ഫാക്ടേഴ്സ് ഫേവറിംഗ് റൈസിംഗ് പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നുണ്ട്. കാറ്റയോണിൻ്റെ പോളറൈസിംഗ് പവർ കൂടാൻ കാരണമാകുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു പീരിയഡിലും ഒരു ഗ്രൂപ്പിലും എങ്ങനെയാണ് പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺസ് വേരി ചെയ്യുന്നത് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ് എന്താണെന്ന് നോക്കുന്നുണ്ട്. അതിൽ തന്നെ പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺ കൂടാൻ കാരണമാകുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പിലും ഒരു പീരിയഡിലും പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺ എങ്ങനെയാണ് വേരി ചെയ്യാൻ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം അയോൺസ് രണ്ട് ടൈപ്സ് ഉണ്ട്, കാറ്റയോണും ആനിയോണും. കാറ്റയോൺ എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ആനിയോൺ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ലാർജ് സൈസ് ആണ് വെൻ കമ്പയർഡ് ടു കാറ്റയോൺ. കാറ്റയോണിനെ കമ്പയർ ചെയ്യുമ്പോൾ ആനിയോൺ എന്ന് പറയുന്നത് ലാർജ് സൈസ് ആണ്. അയോൺസ് രണ്ട് ടൈപ്സ് ഉണ്ട്, കാറ്റയോണും ആനിയോണും. കാറ്റയോൺ എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ആനിയോൺ എന്ന് പറയുന്നത് ലാർജ് സൈസ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. നമുക്ക് പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺസ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് പോളറൈസിംഗ് പവർ എന്താണെന്നും പോളറൈസബിലിറ്റി എന്താണെന്ന് നോക്കാം. പോളറൈസിംഗ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ അയോൺ ടു പോളറൈസ് അനദർ അയോൺ. മറ്റൊരു അയോണിനെ പോളറൈസ് ചെയ്യാനുള്ള ഒരു അയോണിൻ്റെ കഴിവിനെയാണ്, എബിലിറ്റിനെയാണ് നമ്മൾ പോളറൈസിംഗ് പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ അയോൺ ടു പോളറൈസ് അനദർ അയോൺ, ഒരു അയോണിനെ പോളറൈസ് ചെയ്യാനുള്ള എബിലിറ്റി. ഫോർ എക്സാമ്പിൾ, പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പവർ ഓഫ് കാറ്റയോൺ ടു പോളറൈസ് ആൻ ആനിയോൺ. ഇവിടെ അനദർ അയോൺ എന്ന് പറയുന്നത് കാറ്റയോൺ ആയതുകൊണ്ട് തന്നെ അനദർ അയോൺ എന്ന് പറയുന്നത് ആനിയോൺ ആണ്. അപ്പോൾ കാറ്റയോണിൻ്റെ പവറാണ്, ഒരു കാറ്റയോണിൻ്റെ എബിലിറ്റിയാണ് ടു പോളറൈസ് ആൻ ആനിയോൺ. ഒരു ആനിയോണിനെ പോളറൈസ് ചെയ്യാനുള്ള ഒരു കാറ്റയോണിൻ്റെ എബിലിറ്റിനെയാണ് നമ്മൾ പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നത്. ഇനി പോളറൈസബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ആനിയോൺ ടു ഗെറ്റ് പോളറൈസ്ഡ്. ഒരു ആനിയോണിൻ്റെ എബിലിറ്റിയാണ് പോളറൈസ് ചെയ്യപ്പെടാനുള്ള ഒരു ആനിയോണിൻ്റെ എബിലിറ്റിനെയാണ് നമ്മൾ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് പോളറൈസ് ചെയ്യാനും ഒന്ന് പോളറൈസ് ചെയ്യപ്പെടാനുമുള്ള എബിലിറ്റി, അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺസ് എന്താണെന്ന് നോക്കാം. രണ്ട് ഓപ്പോസിറ്റ് ചാർജ് അയോൺസ് അടുത്ത് വരുമ്പോൾ, ഇവിടെ കാറ്റയോൺ ആൻഡ് ആനിയോൺ അടുത്ത് വരുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കാറ്റയോണിൻ്റെയും ആനിയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ ആനിയോണിൻ്റെ ഷേപ്പിന് മാറ്റം സംഭവിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബിഫോർ പോളറൈസേഷൻ നമുക്ക് കാണാൻ പറ്റും കാറ്റയോൺ എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആൻഡ് ആനിയോൺ കമ്പാരിറ്റീവ്ലി ലാർജ് സൈസ് ആണ്. പോളറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ കാറ്റയോൺ എന്ന് പറയുന്നത് ആ സൈസ് തന്നെയാണ്, പക്ഷെ ആനിയോണിൻ്റെ ഷേപ്പ് മാറുന്നുണ്ട് അവിടെ. അതിന് കാരണം കാറ്റയോണിൻ്റെയും ആനിയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആനിയോണിൻ്റെ ഷേപ്പിന് ആ ഒരു ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. ഈ ഒരു എബിലിറ്റി, കാറ്റയോണിൻ്റെ ഈ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് എ കാറ്റയോൺ ടു ഡിസ്റ്റോർട്ട് ദ ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് നിയർ ബൈ ആനിയോൺ. അടുത്തുള്ള ആനയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള കാറ്റയോണിൻ്റെ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നത്. ഇനി സാധാരണ ഡിഗ്രി ഓഫ് പോളറൈസേഷൻ കൂടുമ്പോൾ അവിടെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. അതിന് കാരണം പോളറൈസേഷൻ്റെ സമയത്ത് കാറ്റയോൺ ആനയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ അട്രാക്ട് ചെയ്യുമ്പോൾ ആനയോൺസും കാറ്റയോൺസും തമ്മിൽ അവരുടെ ഇടയിലായിട്ട് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യപ്പെടും. ഇലക്ട്രോൺസ് കൂടുതലായിട്ട് കാണപ്പെടും. കാറ്റയോൺസിനും അല്ല ആനയോൺസിനും അല്ലാതെ അതിൻ്റെ ഇടയിലായിട്ട് മിഡിൽ ഭാഗത്ത്, കാറ്റയോൺ ആൻഡ് ആനയോണിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇലക്ട്രോൺസ് കൂടുതലായിട്ട് കാണപ്പെടും, അല്ലെങ്കിൽ ഷെയർ ചെയ്തായിട്ട് കാണപ്പെടും. അവിടെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കും. അപ്പോൾ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആനയോണിലേക്കോ അല്ലെങ്കിൽ കാറ്റയോണിലേക്കോ കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതിന് പകരം അവിടെ ആനയോണും കാറ്റയോണും തമ്മിലായിട്ട് അവിടെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുമ്പോൾ അവിടെ കോവാലന്റ് ബോണ്ട് ഉണ്ടാവാനായിരിക്കും ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് പോളറൈസേഷൻ കൂടുമ്പോൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. പോളറൈസേഷൻ കുറയുമ്പോൾ അവിടെ അയോണിക് ബോണ്ടായിരിക്കും ഫോം ചെയ്യാൻ കൂടുതൽ ചാൻസ്. കാരണം എന്താണ്, അവിടെ പോളറൈസേഷൻ കുറയാന്ന് പറയുമ്പോൾ കാറ്റയോണും ആനിയോണും തമ്മിലുള്ള ഇലക്ട്രോൺസ്, അതിൻ്റെ ഇടയിൽ ഇലക്ട്രോൺസിൻ്റെ നമ്പർ കുറയുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യല്ല ചെയ്യുക, അവിടെ ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി
കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ അയോണിക് ബോണ്ട് ഫോം ചെയ്യാനായിരിക്കും കൂടുതൽ ചാൻസ് കാണുന്നത്. അപ്പോൾ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നതുകൊണ്ടാണ് പോളറൈസേഷൻ ടൈമിൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നതുകൊണ്ടാണ് അവിടെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ചാൻസ് കൂടുതലായി വരുന്നത്. പോളറൈസേഷൻ ടൈമിൽ അല്ലെ പോളറൈസേഷൻ കുറയുമ്പോൾ അവിടെ അയോണിക് ബോണ്ട് ഫോം ചെയ്യാനാണ് കൂടുതൽ ചാൻസ്. നമുക്ക് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫേവർ റൈസ് ഇൻ പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺസ്? കാറ്റയോൺസിൻ്റെ പോളറൈസിംഗ് പവർ കൂട്ടാൻ കാരണമാകുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആണ് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഹൈ ചാർജ് ആണ്. അപ്പോൾ സ്മോൾ സൈസ് ആൻഡ് ഹൈ ചാർജ് ഉള്ളൊരു കാറ്റയോണിന് പോളറൈസിംഗ് പവർ കൂടുതലായിരിക്കും. ഒരു കാറ്റയോണിന് സ്മോൾ സൈസ് ആൻഡ് ഹൈ ചാർജ് ഉണ്ടെങ്കിൽ ആ കാറ്റയോണിൻ്റെ പോളറൈസിംഗ് പവർ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി വേരിയേഷൻ ഓഫ് പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺസ് അലോങ് എ പീരിയഡ്. എങ്ങനെയാണ് ഒരു പീരിയഡിൽ പീരിയോഡിക് ടേബിളിൽ ഒരു പീരിയഡിൽ കാറ്റയോണിൻ്റെ പോളറൈസിംഗ് പവർ വേരി ചെയ്യുന്നത് നമുക്ക് നോക്കാം. പോളറൈസേഷൻ ഓഫ് കാറ്റയോൺ ഓർ പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺസ് ഇൻക്രീസസ് അലോങ് എ പീരിയഡ്. ഒരു പീരിയഡിൽ കാറ്റയോണിൻ്റെ പോളറൈസിംഗ് പവർ കൂടുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം നമുക്കറിയാം, പീരിയോഡിക് ടേബിളിലെ ഒരു പീരിയഡിൽ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ കാറ്റയോണിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസ് കുറയുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും, ഇതാണ് പീരിയോഡിക് ടേബിളിൽ ഒരു ചെറിയ ഭാഗമാണ്. അതിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ അറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോകുമ്പോൾ അറ്റോമിക് സൈസ് കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ കാറ്റയോണിക് സൈസ് കുറയുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ അറ്റോമിക് സൈസ് കുറയുന്നുണ്ട്. അതേപോലെ തന്നെ കാറ്റയോണിക് ചാർജ് കൂടുന്നുണ്ട്. അപ്പോൾ സൈസ് കുറയുന്നുണ്ട്, ചാർജ് കൂടുന്നുണ്ട്. സ്മോൾ സൈസ് ആൻഡ് ഹൈ ചാർജ്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും എന്തിന് ഫേവർ ചെയ്യുന്നു? അവിടെ പോളറൈസിംഗ് പവർ കൂടാൻ കാരണമാണ്. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു അലോങ് എ പീരിയഡ് പോകുമ്പോൾ അവിടെ പോളറൈസിംഗ് പവർ കാറ്റയോൺസ് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ സെക്കൻഡ് പീരിയഡ് എലമെന്റ്സിനെ നോക്കുകയാണെങ്കിൽ, സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ. അപ്പോൾ ഇത്രയും എലമെന്റ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ അറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ലിഥിയത്തിനായിരിക്കും കൂടുതൽ സൈസ്, പിന്നെ ബെറീലിയത്തിനായിരിക്കും, പിന്നെ ബോറോണായിരിക്കും, പിന്നെ കാർബണിനായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓർഡർ, അയോണിക് സൈസിൻ്റെ ഓർഡർ ആദ്യം ലിഥിയത്തിനായിരിക്കും, പിന്നെ ബെറീലിയം, പിന്നെ ബോറോൺ, പിന്നെ കാർബൺ. കാർബണാണ് സ്മോൾ സൈസ്, പിന്നെ കൂടുതൽ സൈസ് ലിഥിയത്തിനാണ്. ചാർജ് ആണെങ്കിലും ലിഥിയത്തിന് +1 ആണ്, ബെറീലിയത്തിന് 2+ ആണ്, ബോറോണ് 3+ ആൻഡ് കാർബൺ 4+. അപ്പോൾ ചാർജ് അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ സൈസ് കുറയുന്നുണ്ട്, അതേപോലെ ചാർജ് കൂടുന്നുണ്ട്. അപ്പോൾ പോളറൈസിംഗ് പവറും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ പോളറൈസിംഗ് പവർ വരുന്നത് കാർബൺ ആണ്, പിന്നെ ഏറ്റവും കുറവ് വരുന്നത് ലിഥിയത്തിനാണ്, പിന്നെ ബെറീലിയം, ബോറോണും അതിൻ്റെ മിഡിലായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പോളറൈസിംഗ് പവർ വേരി ചെയ്യുന്നത് അലോങ് എ പീരിയഡ്. ഇനി നമുക്ക് പോളറൈസിംഗ് പവർ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നമുക്ക് നോക്കാം. The polarizing power of cations decreases down a group. ഒരു ഗ്രൂപ്പിൽ പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺസ് കുറയുന്നുണ്ട്. അതിന് കാരണം നമുക്കറിയാം, ഡൗൺ എ ഗ്രൂപ്പ് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ അറ്റോമിക് സൈസ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ കാറ്റയോണിക് സൈസ് അവിടെ കൂടുന്നുണ്ട്. പക്ഷേ അവിടെ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ഒരു സെയിം ഗ്രൂപ്പിൽ സെയിം ചാർജ് ആവും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചാർജിന് വ്യത്യാസമൊന്നും വരുന്നില്ല, പക്ഷെ അറ്റോമിക് സൈസ് ആണ് കൂടുന്നത്. അപ്പോൾ നമ്മൾ ചാർജിൻ്റെ കാര്യം നോക്കണ്ട, അവിടെ സൈസിൻ്റെ കാര്യം നോക്കിയാൽ മതി. അപ്പോൾ ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ സൈസ് കൂടുന്നുണ്ട്, അതിനകത്ത് അവിടെ ഹൈ സൈസ് ആവുന്നുണ്ട്. ഈ ഹൈ സൈസ് എന്ന് പറയുന്നത് പോളറൈസിംഗ് പവർ കൂടാൻ കാരണമാകുന്ന ഒരു ഫാക്ടർ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ പോളറൈസിംഗ് പവർ കുറയുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം സ്മോൾ സൈസ് ആൻഡ് ഹൈ ചാർജ് ആണ് വേണ്ടത്. ഇവിടെ നമ്മൾ ഹൈ ചാർജ് നോക്കണ്ട, പക്ഷേ സ്മോൾ സൈസ് അല്ല. ഇവിടെ ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ അവിടെ ഹൈ സൈസ് ആണ്, സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോളറൈസിംഗ് പവർ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ പോളറൈസിംഗ് പവർ കുറയുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിളായിട്ട് നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് നോക്കാം. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് അതിൽ തന്നെ നമുക്ക് ബെറീലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ഇത്രയും എലമെന്റ്സ് ആണുള്ളത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ്. അതിൽ ബെറീലിയത്തിന് സൈസ് കുറവാണ്, ബേരിയത്തിന് സൈസ് കൂടുതലാണ്. അപ്പോൾ ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ അവിടെ സൈസ് കൂടുന്നുണ്ട്. അപ്പോൾ സൈസ് കൂടുന്നുണ്ട്. പിന്നെ ചാർജിൻ്റെ കേസ് നമ്മളിവിടെ നോക്കുന്നില്ല, കാരണം ചാർജ് സെയിം ആണ്, എല്ലാത്തിനും 2+ ആണ്, ചാർജ് സെയിം ആണ്. ടോപ്പ് ടു ബോട്ടം ഇവിടെ സൈസ് കൂടുന്നുണ്ട്. അപ്പോൾ പോളറൈസിംഗ് പവർ എന്ത് ചെയ്യും? ടോപ്പ് ടു ബോട്ടം കുറയും. അപ്പോൾ ബെറീലിയത്തിനായിരിക്കും കൂടുതൽ പോളറൈസിംഗ് പവർ, ബേരിയത്തിനായിരിക്കും കുറവ് പോളറൈസിംഗ് പവർ. അപ്പോൾ അതിൻ്റെ ഓർഡർ വരുന്നത് ആദ്യം ബെറീലിയം 2+, പിന്നെ മഗ്നീഷ്യം 2+, പിന്നെ കാൽഷ്യം 2+, പിന്നെ സ്ട്രോൺഷ്യം 2+, ലാസ്റ്റ് ബേരിയം 2+. ഇനി നമുക്ക് നോക്കാനുള്ളത് പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ് ആണ്. പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ് എന്ന് പറയുന്നത്
the susceptibility of an anion to undergo distortion by a nearby cation is called polarizability. പോളറൈസ് ചെയ്യപ്പെടാനുള്ള ആനയോണിൻ്റെ കഴിവിനെയാണ് അല്ലെങ്കിൽ എബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഡിസ്റ്റോർഷൻ സംഭവിക്കാനുള്ള ആനയോണിൻ്റെ ഒരു എബിലിറ്റിനെയാണ് പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പോളറൈസ് ചെയ്യപ്പെടാനുള്ള ഒരു കാറ്റയോൺ വന്ന് പോളറൈസ് ചെയ്യുമ്പോൾ അത് പോളറൈസ് ചെയ്യപ്പെടാനുള്ള ഒരു ആനയോണൊരു കഴിവ് വേണ്ടേ, ആ ഒരു കഴിവിനെയാണ് പോളറൈസ് ചെയ്യപ്പെടാനുള്ള ആനയോണിൻ്റെ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ പോളറൈസബിലിറ്റി ഓഫ് ആനയോൺസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടു പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺസ് കൂട്ടാൻ ഹെൽപ്പ് ആവുന്ന രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, സ്മോൾ സൈസ് ആൻഡ് ഹൈ ചാർജ് എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഇവിടെ പോളറൈസബിലിറ്റി കൂട്ടാനും രണ്ട് ഫാക്ടേഴ്സ് കാരണമാകുന്നുണ്ട്. അതിൽ ഒന്ന് ലാർജ് സൈസ് ആൻഡ് ഒന്ന് ഹൈ ചാർജ് ആണ്. അവിടെ നമ്മൾ പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ കൂട്ടാൻ കാരണമാകുന്നത് സ്മോൾ സൈസ് ആൻഡ് ഹൈ ചാർജ് ആയിരുന്നു. പക്ഷേ പോളറൈസബിലിറ്റി ഓഫ് ആൻ ആനയോൺ കൂട്ടാൻ കാരണമാകുന്നത് ലാർജ് സൈസ് ആൻഡ് ഹൈ ചാർജ്. ഇപ്പോൾ രണ്ടിലും ചാർജ് ഹൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, പക്ഷേ സൈസ് അവിടെ പോളറൈസബിലിറ്റി ഓഫ് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺസിൽ സ്മോൾ സൈസ് ആയിരുന്നു, പക്ഷേ പോളറൈസബിലിറ്റി ഓഫ് ആൻ ആനയോൺ വരുമ്പോൾ അവിടെ ലാർജ് സൈസാണ് അവിടെ ഫേവർ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് പോളറൈസബിലിറ്റി ഓഫ് ആനയോൺസ് ഒരു പീരിയഡിൽ വേരി ചെയ്യുന്നത് നമുക്ക് നോക്കാം. പോളറൈസബിലിറ്റി ഓഫ് ആനയോൺസ് ഡിക്രീസസ് അലോങ് എ പീരിയഡ്. ഒരു പീരിയഡിൽ ആനയോൺസിൻ്റെ പോളറൈസബിലിറ്റി കുറയുന്നുണ്ട്. അതിന് കാരണം നമുക്കറിയാം, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ അറ്റോമിക് സൈസ് ഓർ ആനയോണിക് സൈസ് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, പക്ഷെ ആനയോണിക് ചാർജ് അവിടെ കുറയുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ സൈസ് കുറയുന്നുണ്ട്, അതേപോലെ തന്നെ ചാർജും കുറയുന്നുണ്ട്. അപ്പോൾ സ്മോൾ സൈസ് ആൻഡ് ലെസ് ചാർജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും പോളറൈസബിലിറ്റി കൂട്ടാൻ കാരണമാകുന്ന ഫാക്ടർ അല്ല. അതുകൊണ്ട് തന്നെ പോളറൈസബിലിറ്റി എന്ത് ചെയ്യും, കുറയും. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ പോളറൈസബിലിറ്റി കുറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് സെക്കൻഡ് പീരീഡ് ആനയോൺസ് നോക്കാം. സെക്കൻഡ് പീരീഡ് ആനയോൺസിൽ തന്നെ നമ്മൾ നോക്കുന്നത് C4- N3- O2- F- ആണ്. ഇത്രയും 4 അയോൺസിനാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം കാർബൺ ആണ് സൈസ് കൂടുതൽ, N3 കുറവാണ്, O2- കുറവാണ്, അതേപോലെ F- കുറവാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ സൈസ് കുറഞ്ഞു വരുന്നുണ്ട്. അവിടെ ആനയോണിക് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ചാർജ് നോക്കുമ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ചാർജ് എന്താണ്, കുറഞ്ഞു വരുന്നുണ്ട്, ചാർജും കുറഞ്ഞു വരുന്നുണ്ട്, സൈസും കുറഞ്ഞു വരുന്നുണ്ട്, ചാർജും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് പോളറൈസബിലിറ്റി കൂടാൻ കാരണமான ഫാക്ടർ അല്ലല്ലോ. പോളറൈസബിലിറ്റി കൂടണമെങ്കിൽ ഹൈ സൈസ് ഒരു ലാർജ് സൈസ് വേണം. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് രണ്ടും സൈസും ചാർജും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ പോളറൈസബിലിറ്റിയും കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ C4- കൂടുതൽ, പിന്നെ N3- ആയിരിക്കും, പിന്നെ O2- ആയിരിക്കും, പിന്നെ F- ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ C4- ആയിരിക്കും, ഏറ്റവും കുറവ് F- ആയിരിക്കും. ഇനി നമുക്ക് പോളറൈസബിലിറ്റി ഓഫ് ആനയോൺസ് എങ്ങനെയാണ് ഡൗൺ എ ഗ്രൂപ്പ് വേരി ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം ഡൗൺ എ ഗ്രൂപ്പ് അവിടെ ഒരു ഗ്രൂപ്പിൽ താഴത്തേക്ക് വരുമ്പോൾ അവിടെ സൈസ് കൂടുന്നുണ്ട്, പക്ഷെ ചാർജ് സെയിം ആണ്. അപ്പോൾ സെയിം ഗ്രൂപ്പിൽ സെയിം ചാർജ് ആവും, നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷെ ഒരു ഗ്രൂപ്പിൽ താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ സൈസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഹൈ സൈസ് പോളറൈസബിലിറ്റി ഫേവർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഹൈ സൈസ് എന്ന് പറയുന്നത് പോളറൈസബിലിറ്റി കൂട്ടാൻ കാരണമാക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഡൗൺ എ ഗ്രൂപ്പ് അവിടെ എന്തായിരിക്കും, പോളറൈസബിലിറ്റി കൂടും. നമ്മൾ ചാർജിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സൈസ് നോക്കിയാൽ മതി. അപ്പോൾ ഡൗൺ എ ഗ്രൂപ്പ് അവിടെ സൈസ് കൂടും. അപ്പോൾ സൈസ് കൂടുക എന്ന് പറയുമ്പോൾ പോളറൈസബിലിറ്റി കൂടാൻ കാരണമാകുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഡൗൺ എ ഗ്രൂപ്പ് പോളറൈസബിലിറ്റി കൂടും. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹാലൈഡ് അയോൺസിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഹാലൈഡ് അയോൺസിന് നമ്മൾ നോക്കുമ്പോൾ ഡൗൺ എ ഗ്രൂപ്പ് അവിടെ സൈസ് കൂടി വരുന്നുണ്ട്. ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ അവിടെ സൈസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൈസ് വരുന്നത് I- ഏറ്റവും കുറവ് ഫ്ലോറിൻ F- അപ്പോൾ ഡൗൺ എ ഗ്രൂപ്പ് സൈസ് കൂടുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ അങ്ങനെയാണ് പോളറൈസബിലിറ്റി എന്തായിരിക്കും, പോളറൈസബിലിറ്റിയും കൂടി വരും. കാരണം ഹൈ സൈസ് എന്ന് പറയുന്നത് ഫേവർ ചെയ്യുന്ന ഫാക്ടർ ആയതുകൊണ്ട് തന്നെ പോളറൈസബിലിറ്റി ഡൗൺ എ ഗ്രൂപ്പ് കൂടി വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ പോളറൈസബിലിറ്റി വരുന്നത് I- ഏറ്റവും കുറവ് F- ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ പറയുന്നത് F- അതിനായിരിക്കും കുറവ്, പിന്നെ Cl-, പിന്നെ Br- ഏറ്റവും കൂടുതൽ I- ആയിരിക്കും പോളറൈസബിലിറ്റി ഡൗൺ എ ഗ്രൂപ്പ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഹാലൈഡ് അയോൺസിൻ്റെ കേസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡിസ്കസ് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.